നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറഞ്ഞാൽ അത് വിജയമായിരിക്കണം. അതെ, ഈ മാസം 23-ാം തീയതി നമ്മൾ ബേസിക് സയൻസിൻ്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ്. പക്ഷെ അതിൻ്റെ മുന്നോടിയായി ആ ബേസിക് സയൻസിനകത്ത് പലപ്പോഴും കുട്ടികൾക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരേ സമയം 3 എക്സാം എഴുതാൻ പോവുകയാണ്. അങ്ങനെ 3 എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും എന്ത് ചെയ്യും, പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറക്കാൻ സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ പരീക്ഷ നിങ്ങൾക്ക് ഉഷാറായിട്ട് എഴുതാൻ പറ്റൂല. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു മറുപടിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെറും 14 ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സിനകത്ത് ഫുൾ മാർക്ക് നേടാം എന്നതാണ് ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത. അതായത് നമ്മളെ ടോട്ടൽ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറും 14 ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധ ഇനി ക്വസ്റ്റ്യനിലേക്ക് മാത്രമായിരിക്കണം. ഓരോ ക്വസ്റ്റ്യനും വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങളെ തലച്ചോറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൂളായിട്ട് കാമായിട്ട് ക്വയറ്റായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതുക. അപ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കുന്ന ജെക്കെയാണ് നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത അല്ലേ, ഷാർപ്പ്നെസ്. അതിനെയാണ് നമ്മൾ സ്ഥായി എന്ന് പറയുക. കണ്ടില്ലേ, ഷാർപ്പ്നെസ് ഓഫ് സൗണ്ട്. അതിനെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയക്കാർ എന്ത് പറയും, പിച്ച്, ഹൈ പിച്ച് സൗണ്ട്, ലോ പിച്ച് സൗണ്ട് അല്ലേ. പെൺകുട്ടികളുടെ സൗണ്ട് പൊതുവെ ഹൈ പിച്ച് സൗണ്ടാണ്, ആൺകുട്ടികളുടെ ശബ്ദം പൊതുവെ ലോ പിച്ച് സൗണ്ടാണ് അല്ലേ. അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ മെഷേഴ്സ് ഓഫ് എബിലിറ്റി, മെഷേഴ്സ് ഓഫ് ഓഡിബിലിറ്റി ഓഫ് എ പേഴ്സൺ, അതായത് ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ ഒരാളുണ്ടാകുന്ന ആ ഒരു കേൾവിയുടെ അളവ്, അതിന് നമ്മളൊരു പ്രത്യേക പേര് വരും. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ, അതായത് ശരിയായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ 14 ക്വസ്റ്റ്യൻ നമ്മൾ പല രൂപത്തിലുള്ള ക്വസ്റ്റ്യനിലൂടെ കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളിത് കാണുന്ന സമയത്തൊന്ന് പോസ് അടിക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് എഴുതി നോക്കുക, അത് കിട്ടുമോ നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ആൻസർ ഞാനിപ്പോൾ പറയാൻ പോകുന്നതാണ്. നമ്മൾ മലയാളം മീഡിയക്കാരെ എന്ത് പറയും, ഉച്ചത എന്ന് പറയും. എന്താ പറയുക, ഉച്ചത, അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ലൗഡ്നെസ് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടിയില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ 14 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾസ്, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും കിട്ടി, ഒരു മാർക്ക് കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വേഗം എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയെങ്കിൽ ത്വരണം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, സ്പീഡ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും. പെട്ടെന്ന് പോസ് അടിക്കൂ, ആൻസർ എഴുതൂ. എഴുതിയിട്ടുണ്ടായിരിക്കും. എന്തായിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതും എല്ലാവർക്കും ശരിയായിട്ടുണ്ടാവും. 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 14 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പല ഏരിയയിലൂടെയാണ് പോകുന്നത്. ഈ 14 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് 20 മാർക്ക്, ഇത് 25ലേറെ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് 20 മാർക്ക് മതി. ആ 20 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വന്നിട്ടുണ്ട്. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇൻസുലേറ്റർ? എന്താണ്, അറേഞ്ച്ഡ് ഇൻ ബിറ്റ്വീൻ കപ്പാസിറ്റർ പ്ലേറ്റ് അല്ലേ. കപ്പാസിറ്റർ എന്നുള്ള ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ അല്ലേ, കപ്പാസിറ്റർ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ കപ്പാസിറ്ററൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇൻസുലേറ്റർ പറയുന്ന ഒരു പേര്, ഒരു പ്രത്യേക ഒരു ടെക്നിക്കൽ പേരുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു പ്രത്യേക പേരെന്തായിരുന്നു? പോസ് അടിക്കുക, ആൻസർ എന്താണ്, ഡൈ ഇലക്ട്രിക് എന്നാണ് പറയുക അല്ലേ. എന്താ പറയുക, ഡൈ ഇലക്ട്രിക്. ഡൈ ഇലക്ട്രിക്. അപ്പോൾ ആ ആൻസറും നിങ്ങൾക്ക് കിട്ടിയ ഓരോരോ മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യനാണ്. നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് 3 പരീക്ഷകൾ ഒരുമിച്ച് വരുന്നതായതുകൊണ്ട് അത്ര ടൈറ്റുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. പക്ഷേ വരുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നിങ്ങൾ 3 എക്സാം ഒരുമിച്ച് എഴുതുമ്പോൾ കൺഫ്യൂഷൻ കൊണ്ടും ഒരു പേടി കൊണ്ടൊക്കെ തെറ്റിക്കാൻ ചാൻസ് കൂടുതലാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആൻസറും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചൊക്കെ ഒരു പ്രോബ്ലമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്, വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് മിറർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ 15 സെൻറ്റിമീറ്റർ. ഒരു വക്രത ആരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിലൊന്ന് ഷെയ്ഡ് ചെയ്തേക്ക്. എന്താണ്, വക്രത ആരം 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് കാണണം, ഫോക്കസ് ദൂരം എഫ് കാണണം. എന്താ കാണേണ്ടത്, ഫോക്കൽ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു കോൺകേവ് മിററാണ്. അപ്പോൾ കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇതാണ് സി, വക്രത ആരം എന്ന് പറഞ്ഞാൽ ഇതാണ് 15 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഇതിനെ നേർ പകുതി എടുത്താൽ മതി ഫോക്കസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പക്ഷേ ഇങ്ങനെ വരച്ചുകൊണ്ട് കാര്യം നമുക്ക് എന്ത് ചെയ്യണം, തന്നിട്ടുള്ള കാര്യങ്ങൾ
R ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് കാണണം? എഫ് ആണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? R ഈസ് ഈക്വൽ ടു 2F. അങ്ങനെയെങ്കിൽ എഫ് കാണാൻ എന്ത് ചെയ്താൽ മതി? R/2 എന്നുള്ളൊരു ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ R എന്ന് പറഞ്ഞാൽ 15/2, അതിൻ്റെ നേർപകുതി എത്രയാണ്? 15/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്? 7.5 സെൻറ്റിമീറ്റർ. ഒന്നും വേണ്ട, ഇതിൻ്റെ പകുതി. ഇത്ര ഉള്ളൂ നമുക്കിത് ചെയ്യാൻ. പക്ഷെ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. അങ്ങനെ ചെയ്താൽ ഒരു അരമാർക്ക് കിട്ടും. ഇക്വേഷൻ ചെയ്താൽ വീണ്ടും ഒരു അരമാർക്ക്, ഇക്വേഷൻ സംഖ്യകൾ അപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു അരമാർക്ക്. അപ്പോൾ ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്താൽ 2 മാർക്ക് ഷുവറാണ്. കറക്റ്റ് ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ചാർജ്ഡ് മെറ്റാലിക് സബ്സ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്, വ്യത്യസ്ത ഷേപ്പുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഡ്രോ ദ ഫിഗർ ഇൻഡിക്കേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് എന്നാണ്. ഇതിനകത്ത് ചാർജ് എങ്ങനെ വിതരണം ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക? നമുക്കൊരു ചിത്രം വരയ്ക്കാനാണ്. പെട്ടെന്ന് വരയ്ക്കുക, ഒന്നുമില്ല. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? വ്യത്യസ്ത ആകൃതിയുള്ള 2 ലോഹ വസ്തുക്കൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവയിൽ ചാർജുകളുടെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കുന്നതാണ് നമുക്ക് ഓൾറെഡി അറിയാം. ചാർജുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഷാർപ്പായിട്ടുള്ള എൻഡിൽ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യും? ചാർജുകൾ കേന്ദ്രീകരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ എന്താ കുറച്ച് നീട്ടിട്ട് വരച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ നോക്കി, ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇവിടെയൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ ഈ ഷാർപ്പ് ആൻഡിൽ എന്ത് ചെയ്യും? കുറച്ച് കൂടും. ഇനി ഈ ഷാർപ്പ് ആൻഡിൽ വീണ്ടും എന്ത് ചെയ്യും? കുറച്ച് കൂടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൂർത്തിരിക്കുന്ന അഗ്രങ്ങളിലൊക്കെ ചാർജ് കൂടുതലായിട്ട് എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെ ലൈറ്റനിങ് കണ്ടക്ടർ, മിന്നൽ രക്ഷാചാലകത്തിലേക്ക് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? പോസ് അടിച്ചും ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾ തെറ്റിക്കാനും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാന്തത്തിൻ്റെ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപകരണത്തിനൊരു ഉദാഹരണം എഴുതാണ്. ഒന്നുമില്ല, എന്താണ്? ഈസിയുള്ള ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് മേക്ക് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് ആണ്. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചിത്രമൊക്കെ തന്നിട്ട് എന്താണ്? കോമ്പസ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ എന്താണ്? വൈദ്യുത കാന്തസൂചി അല്ലേ? വടക്ക് നോക്കി യന്ത്രം, അങ്ങനെയുള്ള പല പേരുകളും പഠിച്ചിട്ടില്ലേ? അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അങ്ങനെ ഒരു പേര് പറയാനുള്ളൂ. അപ്പോൾ ഇതേ രൂപത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കരുത്, ഈസി ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക, എന്ത് ചെയ്യുക? ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വീണ്ടും വാഹനങ്ങളിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുന്ന ദർപ്പണങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കണ്ണാടികൾ കണ്ടിട്ടില്ലേ? അതിന് നമ്മളൊരു പ്രത്യേക പേരൊക്കെ വരും, റിയർ വ്യൂ മിറർ എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യും? ആ റിയർ വ്യൂ മിറർ എന്നുള്ളതിന് പകരം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഈ ആവശ്യത്തിന് ഏത് തരം ദർപ്പണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഏത് തരം ദർപ്പണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിന് കാരണം എഴുതാനാണ് അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിച്ചു നോക്കണം. എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് മിറർ ആർ യൂസ്ഡ് ഇൻ ദ പർപ്പസ്? ഈ പർപ്പസിന് വേണ്ടി നമ്മൾ ഏത് മിററാണ് ഉപയോഗിക്കുക? അതുപോലെ തന്നെ ഗിവ് റീസൺ എന്നാണ്. അപ്പോൾ നമുക്കറിയാം റിയർ വ്യൂ മിറർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു? കോൺവെക്സ് മിററാണ്. റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ ഏതാണ്? കോൺവെക്സ് മിറർ, കോൺവെക്സ് ദർപ്പണമാണ് അല്ലേ? ഇനി എന്തായിരിക്കും അതിന് കാരണം? അതിനകത്തുണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ഡിമിനിഷ്ഡ്, വളരെ ചെറിയ പ്രതിബിംബമായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഏരിയ നമുക്ക് എന്ത് ചെയ്യും അല്ലേ? കാണാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ എന്തായിരിക്കും? ഇറക്റ്റ്, നിവർന്നതായിരിക്കും. അതുകൊണ്ട് ബാക്കിൽ വരുന്ന വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യും? നിവർന്നതായിട്ട് തന്നെ കാണാൻ പറ്റും. കോൺകേവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? തല കീഴായിട്ടാണ് കാണുക അല്ലേ? അപ്പോൾ നിവർന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കും? വെർച്വൽ അല്ലേ? വെർച്വൽ ആണ് അല്ലേ? നിവർന്നതാണ്, മിഥ്യയാണ്, അങ്ങനെയൊക്കെ നമ്മൾ അതങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ചെറിയ ഇമേജ്, അതുകൊണ്ട് വലിയ ഏരിയ എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ റിയർ വ്യൂ മിററായിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നത്? കോൺവെക്സ് മിററൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, പല ഏരിയയിലൂടെയല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ പോണത്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ബോത്ത് സോഫ്റ്റ് ആൻഡ് സ്റ്റീൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് യൂസിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്. നമുക്ക് സോഫ്റ്റ് അയൺ പീസും അതേപോലത്തെ ഒരു സ്റ്റീലും നമുക്ക് തന്നിട്ട് എന്തുണ്ട്? അതിനൊരു കാന്തം ഉപയോഗിച്ച് മാഗ്നറ്റൈസ് ചെയ്തു, അതായത് കാന്തവൽക്കരിക്കുക ചെയ്തു. എന്നിട്ട് അങ്ങനെയുള്ള ഇതിൽ നമ്മൾ ഏതാണ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് ഉപയോഗിക്കുന്നത്? സ്ഥിരകാന്തം നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെന്നാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പെർമനൻറ്റ് മാഗ്നറ്റും പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ടെമ്പററി മാഗ്നറ്റും പഠിച്ചിട്ടുണ്ട്. ടെമ്പററി മാഗ്നറ്റ് നിർമ്മിക്കാൻ എപ്പോഴും സോഫ്റ്റ് ആൻഡ് ബേസ് ആണ്. പക്ഷേ ഇവിടെ ചോദ്യം എന്താണ്? പെർമനൻറ്റ് മാഗ്നറ്റ്. അതുകൊണ്ട് ഏതായിരിക്കണം? സ്റ്റീലാണ്. ഏതായിരിക്കണം? സ്റ്റീൽ അല്ലേ? ഉരുക്ക്,
സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക് എന്നാണ് പറയുക. ഇനി എന്താ കാരണം? അതിനെന്താണ്? ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള ഒരു കാരണം, റിട്ടൻറ്റിവിറ്റി എന്നൊക്കെ പറയും അല്ലേ, റിട്ടൻറ്റിവിറ്റി. അപ്പോൾ ആ ഒരു പോയിന്റ് വന്നാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും മക്കളെ. കറക്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വീണ്ടും നമുക്കൊരു ഫസ്റ്റ് വോളിയത്തിൽ വരുന്നൊരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. എന്താണ് പ്രോബ്ലം? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് കാർ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്? അല്ല, ഇത് ശ്രദ്ധിക്കണം, റെസ്റ്റ് ആൻഡ് അക്വേർഡ് വെലോസിറ്റി 40 m/s ഇൻ 8 സെക്കൻഡ്. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു കാർ, നിശ്ചലാവസ്ഥയിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിശ്ചലാവസ്ഥ എങ്ങനെയാണ്? റെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ വെലോസിറ്റി എത്രയും 40 m/s. എത്ര സെക്കൻഡ് കൊണ്ട്? 8 സെക്കൻഡ് കൊണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുക? തന്നിട്ടുള്ള കാര്യം യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം, നിശ്ചലാവസ്ഥ, അപ്പോൾ 0 m/s. പിന്നീട് 8 സെക്കൻഡിന് ശേഷം അതിൻ്റെ വെലോസിറ്റി ആണ് v സമം അന്ത്യപ്രവേഗം, ഫൈനൽ വെലോസിറ്റി 40 m/s ആയി. അതിന് ടൈം എത്രയായിരുന്നു? 8 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ ത്വരണം ആക്സിലറേഷൻ കാണാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി. വി എന്ന് പറഞ്ഞാൽ 40 മൈനസ് 0/8. അങ്ങനെയെങ്കിൽ 40 8 കൊണ്ട് ഹരിച്ചാൽ മതി. 8 5 40, അപ്പോൾ 5 എന്ന് എഴുതാം, m/s². അപ്പോൾ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, അത് തെറ്റിക്കരുത്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക, 5 m/s² എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇതാ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, 14 ക്വസ്റ്റ്യനാണ് ടോട്ടൽ, അതിൽ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്കൊരു പിക്ചർ ഇവിടെ തന്നിട്ട്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺകേവ് മിററാണ്. ഈ ചിത്രം കംപ്ലീറ്റ് ആക്കാനും അതിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കണ്ടില്ലേ? പ്രതിബിംബം രൂപീകൃതമാകുന്ന എവിടെയോ, അപ്പോൾ ഇമേജ് കിട്ടുന്ന എവിടെയാണ്? നമ്മൾ ക്വസ്റ്റ്യൻ അതാണ്. എന്താണ്? ആദ്യം കംപ്ലീറ്റ് ദ ഡയഗ്രാണ്, രണ്ടാമത്തെ ദിവസം ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, മൂന്നാമത്തെ ദിവസം അതിൻ്റെ പ്രത്യേകത എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇതിനകത്ത് പ്രതിബിംബം എവിടെ രൂപപ്പെടുന്നു എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം, നോക്കിക്കോളൂ മക്കളെ. ഇത് ഫോക്കസിലൂടെ പോകും അല്ലേ? കറക്റ്റ് അല്ലേ? ഇത് ഫോക്കസിലൂടെ പോകും. പാരലായിട്ട് വന്നാൽ ഇത് അങ്ങനെ സമാന്തര, OB പറഞ്ഞ ഒബ്ജക്റ്റാണ്, സമാന്തരമായിട്ട് വന്നാൽ അത് ഫോക്കസിലൂടെ പോകും. അങ്ങനെ ഫോക്കസിലൂടെ വന്നാൽ അത് സമാന്തരമായിട്ടും പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് വലിയൊരു ഇമേജ് കിട്ടും. അപ്പോൾ പ്രതിബിംബം നമുക്ക് ലഭിച്ചത് എവിടെയാണ് അല്ലേ? പ്രതിബിംബം ലഭിച്ചവിടെ കൂടിച്ചേരുന്ന ഭാഗത്തല്ലേ? അതുകൊണ്ട് സിക്കപ്പുറത്ത്, ബിയോണ്ട് സി. പ്രതിബിംബം എവിടെ കിട്ടിയത്? ബിയോണ്ട് സി. സിക്കപ്പുറം എന്നാണ് പറയുക. എന്താ പറയുക? സിക്ക് അപ്പുറം എന്നൊക്കെ പറയാം, സിക്കപ്പുറം എന്നൊക്കെ പറയാം. ഇനി അതോടൊപ്പം തന്നെ ഈ പ്രതിബിംബത്തിൻ്റെ എന്തെങ്കിലും 2 സവിശേഷത എഴുതാനാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇത് തല കീഴായതല്ലേ, അതുകൊണ്ട് അത് ഇൻവേർട്ടാണ്, അതുകൊണ്ട് അത് റിയലാണ്, അത് വലുതാണ്, ഇതൊക്കെ പറയാം നിങ്ങൾക്ക്. അപ്പോൾ എന്ത് പറയാം? ഇൻവേർട്ട് പറയാം, റിയൽ പറയാം, അതേപോലെ തന്നെ ലാർജ് എന്ന് പറയാം, ലാർജർ ദാൻ ഒബ്ജക്റ്റ് അല്ലേ? വസ്തുവിനേക്കാൾ വലുതാണ്, തല കീഴായതാണ്, യഥാർത്ഥമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ഇതിനകത്ത് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഘർഷണ ഫലത്തിൻ്റെ 2 മേന്മകളും ദോഷങ്ങളും എഴുതാനാണ്. അപ്പോൾ ഘർഷണഫലം, ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ 2 ദോഷങ്ങളും 2 ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് പോയിന്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ 2 പോയിന്റുകൾ പഠിച്ചു വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ എന്തൊരു പറയാം, എബിലിറ്റി ടു ഹോൾഡ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് നമുക്ക്, വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പിടിക്കാൻ പറ്റുന്നു അല്ലേ? അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എബിലിറ്റി ടു ഹോൾഡ് ആൻ ഒബ്ജക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ വാക്കിംഗ്, നടക്കാൻ പറ്റുന്നു അല്ലേ? നടക്കാൻ പറ്റുന്നതും വസ്തുക്കളെ പിടിക്കാൻ പറ്റുന്നു. ഇതൊക്കെ നമുക്ക് എന്താണ്? ഗുണങ്ങളാണ് അല്ലേ? ബെനിഫിഷ്യലാണ്. ഇനി നോൺ ബെനിഫിഷ്യൽ ദോഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ വരുന്നത്? ഫ്യുവൽ ലോസ് അല്ലേ? അതായത് ഫ്യുവൽ ലോസ്, ഇന്ധന നഷ്ടം ഉണ്ടാവും, ഊർജ്ജ നഷ്ടം ഉണ്ടാവും അല്ലേ? എനർജി ലോസ് അല്ലെങ്കിൽ ഫ്യുവൽ ലോസ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ് അല്ലേ? വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ് എന്നൊക്കെ പഠിച്ചില്ലേ? യന്ത്രങ്ങളുടെ തേയ്മാനം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയെങ്കിൽ ഇതാ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. സോളാർ എന്ന വാക്കിൻ്റെ, സോളാർ അല്ല കേട്ടോ, സോണാർ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം എഴുതുക. അതോടൊപ്പം തന്നെ ഈ ഉപകരണത്തിൽ ഏത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഈ ഉപകരണത്തിൻ്റെ ഉപയോഗം എന്തെന്നാണ്. റൈറ്റ് ദ ഫുൾ ഫോം. എന്താണ് സോണാർ? സോണാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? സൗണ്ട് അല്ലേ? നാവിഗേഷൻ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സാധാരണ പറയാം അല്ലേ? സൗണ്ട് നാവിഗേഷൻ റേഞ്ച്. മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ സൗണ്ട് നാവിഗേഷൻ റേഞ്ച്. ഇനി അതോടൊപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന തരംഗം ഏതാ വെച്ചാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് ഏതാണ്? അൾട്രാ വയലറ്റ് അല്ലേ? ഏതായിരിക്കണം?
അൾട്രാസോണിക് സൗണ്ടാണ്. ഏത് സൗണ്ട് ആയിരിക്കണം? അൾട്രാസോണിക് സൗണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ? ഇൻഫ്രാസോണിക് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന പരിധി, ആ ലിമിറ്റ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. 20 ഹെർട്സിനും 20,000 ഹെർട്സിൻ്റെ ഇടയിലാണ് അല്ലേ? 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ അൾട്രാസോണിക്. ആ അൾട്രാസോണിക്കാണ് നമ്മൾ ഏതിൽ ഉപയോഗിക്കുന്നത്? സോണാറിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ യൂസ് എന്തായിരിക്കും? ഈ ഡിവൈസിൻ്റെ ഉപയോഗം എന്താണ്? ഓർത്തേക്ക് എന്താണ്? മെഷർ ദ ഡെപ്ത് ഓഫ് സീ അല്ലേ? മെഷർ ദ ഡെപ്ത്, ആഴം, കടലിൻ്റെ ആഴം അളക്കാനൊക്കെ. ഇപ്പോൾ കപ്പലിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ സോണാർ ഫിറ്റ് ചെയ്താൽ ഈ ആഴങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ മെഷർ ദ ഡെപ്ത് ഓഫ് സീ എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. കടലിൻ്റെ ആഴം അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മളെ ആ ഒരു സോണാർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുകൂടി ഓർത്തേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പല കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ? പക്ഷെ ഇത് ഈസിയാണ്. ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്നുള്ളൂ. എന്താണ്? ഫൈൻഡ് ഔട്ട് ദ ചാർജ് എ ആൻഡ് ബി. എയും ബിയിലും ചാർജ് കണ്ടെത്തുക. ഒന്നുമില്ല മക്കൾ, ഇങ്ങോട്ട് നോക്കി, ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേ ചാർജ് ആവും ഇതിന് ഫുള്ള് കിട്ടുക. അപ്പോൾ ഇവിടെ ഓർത്തേക്കുക. അപ്പോൾ ഇത് ടച്ച് ചെയ്തു, അതുകൊണ്ട് ഇതൊക്കെ പോസിറ്റീവ് ചാർജാണ്. ബിയിലും ഇവിടെ മൊത്തം ഏത് ചാർജായി മാറും? പോസിറ്റീവ് ചാർജ്. അപ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട എത്ര ഉള്ളൂ മക്കൾ? എന്താണ്? ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അതേ ചാർജ് തന്നെ ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ ഫുള്ള് പോസിറ്റീവ്. അങ്ങനെ ഓർത്തേക്ക്. അതാണ് ചാർജ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? സമ്പർക്കം വഴിയുള്ള ചാർജിങ്. ഇനി അടുത്തെന്താണ്? ചാർജർ എന്താണ്? കണ്ടക്ഷൻ അല്ല, പകരം ഏതാണ്? ഇൻഡക്ഷൻ എന്ന് പറയും അല്ലേ? അതായത് പ്രേരണ വഴി ഉണ്ടാകുന്ന ചാർജിങ്. ഇത് നോക്ക്, ഇതിവിടെ ടച്ച് ചെയ്തിട്ടില്ലല്ലോ. ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മക്കൾ. ഇവിടെ നോക്കിക്കോളൂ. ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഏത് ചാർജാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജാണ് ഇവിടെ ഫോം ചെയ്യുക. അപ്പോൾ നോക്കൂ, ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഏത് ചാർജായി? ഇത് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് ആവും. അപ്പോൾ ഈ റോഡ് ഫുള്ള് പോസിറ്റീവ് ചാർജായി, ടച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഏത് ചാർജായി? നെഗറ്റീവ് ചാർജായി. അങ്ങനെയെങ്കിൽ ഇപ്പുറത്തെ ഏത് ചാർജാവും? അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രം എപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം മക്കളെ. ഓർത്തേക്കുക. ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജാണ് ഫോം ചെയ്യുക, ടച്ച് ചെയ്താൽ അതേ ചാർജ് ഫോം ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മക്കളെ. അപ്പോൾ നോക്കുക, അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിരപ്പായ തറയിലോട് ഉരുട്ടിവിട്ടൊരു പന്തിൻ്റെ വേഗം ക്രമേണ കുറയുന്നു അല്ലേ? അപ്പോൾ ഇവിടെ പന്തിൻ്റെ വേഗം കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? ബോൾ റോളിങ് എ ലെവൽ, എന്താണ്? ഓൺ എ ലെവൽ ഫ്ലോർ ഓഫ് ഗ്രാജുവലി സ്ലോ. ബോളിങ്ങനെ ഒരു തറയിലൂടെ ഉരുണ്ടു പോകുന്ന സമയത്ത് ക്രമേണ അത് നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വിച്ച് ഫോഴ്സ് കോസസ് ദ ബോൾ ടു സ്ലോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കണം? അത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇതിനെന്താ പറയുക? ഘർഷണ ബലം എന്ന് പറയുന്നു. എന്താ പറയുക? ഘർഷണ ബലം. അങ്ങനെയെങ്കിൽ ഈ ബലം കുറയ്ക്കാനുള്ള 2 മാർഗങ്ങൾ നമ്മളോട് നിർദ്ദേശിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് കുറയ്ക്കാനുള്ള 2 മാർഗങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മൂത്ത് ആക്കുക അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തേക്കുക. അതായത് സ്നേഹകങ്ങൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ധാരാരേഖിതമാക്കുക, സ്ട്രീം ലൈനിങ് ആക്കാൻ പറ്റും അല്ലേ? അതൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ 2 പോയിന്റ് നിങ്ങൾ പഠിച്ചേക്കുക. ഇനി സി എന്നാണ് ഇവിടെ അനുഭവപ്പെടുന്ന ബലം ഏത് തരത്തിലുള്ള ബലമാണെന്നാണ്. അത് സമ്പർക്കമാണോ, സമ്പർക്കരഹിതമാണോ, കോണ്ടാക്റ്റ് ആണോ, നോൺ കോണ്ടാക്റ്റ് ആണോ എന്നാണ്. ഒരു ബോൾ തറയിലൂടെ ഉരുണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാതെ ഏതായിരിക്കും? അത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്ക ബലമാണ്. അപ്പോൾ ഇങ്ങനെ 14 ക്വസ്റ്റ്യൻ 20ലേറെ മാർക്ക് നേടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇക്വേഷനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുറേ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മക്കളെ, അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ഈ മാസം 23-ാം തീയതി നമ്മളെ ബേസിക് സയൻസ് എക്സാമിന് വരുമ്പോൾ ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യനുകൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മളെ സൈലത്തിൻ്റെ ചാനലിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നിങ്ങളൊരു 1-2 തവണ കേട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുക? അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ഒരു ചിത്രം ഞാനിവിടെ തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാമെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് ഏതാണ് ചിത്രം, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ എന്ത് ചെയ്യുക? ഈ ക്ലാസ് കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യനുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. ഞാനും അതേപോലെ തന്നെ മുഫീദ മിസ്സൊക്കെ എന്ത് ചെയ്യും? എങ്ങനെ ഒരുപാട് കണ്ടൻറ് വീഡിയോകൾ ഇങ്ങനെ ചെയ്യും. അതൊക്കെ നിങ്ങൾ കാണണം. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല മെസ്സേജുകൾ ഇടണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഏതായാലും അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സൈലം നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഓക്കെ, താങ്ക് യു.